ഹായ് ഓൾ, വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷരം. നമ്മുടെ LP-UP പരീക്ഷയ്ക്ക് ജീവശാസ്ത്ര വിഭാഗത്തിൽ നമുക്ക് ജീവകങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. ജീവകങ്ങൾ എന്ന് കേൾക്കുമ്പോൾ ഇനി നമുക്ക് അറിയില്ല എന്ന് പറയില്ല, എന്താണ് നമ്മുടെ വിറ്റാമിനുകളാണല്ലേ. അപ്പോൾ വിറ്റാമിനുകൾ വളരെയധികം നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പരീക്ഷയ്ക്ക് ഇപ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ വിറ്റാമിൻ A, B, C എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം ഇപ്പോൾ എങ്ങനെ ചോദിക്കാറുണ്ട്, അതിൻ്റെ രാസനാമങ്ങൾ തന്നിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പല രീതിയിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇപ്പം തന്നെ പഠിച്ചു വെക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ജീവകങ്ങൾ പഠിക്കുന്ന സമയത്ത് ബി ജീവകം വരുന്ന സമയത്ത് അവിടെ ബി കോംപ്ലക്സ് ആണ്, അതിൽ 8 എണ്ണം വരുന്നുണ്ട്. അത് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാം. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ഒരു 5 എണ്ണം നോക്കാം. ജീവകം എ. ജീവകം എയുടെ പേരെന്താണ്? റെറ്റിനോൾ എന്നാണ്. റെറ്റിനോൾ നമ്മുടെ കണ്ണിൻ്റെ റെറ്റിനയുടെ ആ ഒരു ഗ്രോത്തിനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഓർത്താൽ തന്നെ എന്ത് കിട്ടും? ജീവകമേ റെറ്റിനോൾ ആണ്. അടുത്ത ജീവകം സി എന്താണ്? അസ്കോർബിക് ആസിഡ് ആണ്. അപ്പോൾ വിറ്റാമിൻ സി, ജീവകം സിയുടെ രാസനാമം എന്താണ്? അസ്കോർബിക് ആസിഡ്. അടുത്ത ജീവകം ഡി ആണ്. നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിറ്റാമിനാണ്, സൺഷൈൻ വിറ്റാമിൻ എന്നൊക്കെ അറിയപ്പെടും. അപ്പോൾ നോക്കിക്കേ, ജീവകം ഡിയുടെ രാസനാമം എന്താണ്? കാൽസിഫെറോൾ ആണ്. കാൽസിഫെറോൾ ആണ് ജീവകം ഡി. അപ്പം നമുക്ക് ഓർത്ത് വെക്കാനായിട്ടൊരു കാര്യം പറഞ്ഞു തരാം. നമുക്കിപ്പോൾ ഒരുപാട് എന്താണ്, സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് റേസ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ആ ഒരു വാക്കൊന്ന്, ക്യാൻസറിൻ്റെ ഒരു കായൊന്ന് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിട്ട് കാൽസിഫെറോൾ ഒന്ന് ഓർക്കാനായിട്ട് ശ്രമിക്കാം. അടുത്ത ജീവകം ഇ ആണ്. ടോക്കോഫെറോൾ. ടോക്കോഫെറോൾ ആണ് ജീവകം ഇയുടെ രാസനാമം. അടുത്ത ജീവകം കെ. ജീവകം കെ എന്താണ്? ഫിലോക്വിനോൺ ആണ്. ജീവകം കെ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പം ജീവകം കെ ആണ് ഫിലോക്വിനോൺ. ഇനി നമുക്ക് ബി കോംപ്ലക്സുകളെ കുറിച്ച് നോക്കാം. അപ്പോൾ ബി കോംപ്ലക്സുകൾ എന്ന് പറയുമ്പോൾ വിറ്റാമിൻ ബിയിൽ 8 ജീവകങ്ങൾ അടങ്ങിയിട്ടാണ് നമ്മൾ എന്ത് പറയുക, ഒരു ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. ജീവകം B1 ആണ് തയാമിൻ. തയാമിൻ തവിടിൽ നിന്നാണ് നിർമ്മിച്ചത്. അപ്പോൾ ആ ഒരു ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജീവകം B1 തയാമിൻ ആണ്. ജീവകം B2 എന്താണ്? റൈബോഫ്ലാവിൻ ആണ്. റൈബോഫ്ലാവിൻ നമുക്ക് വായ്പുണ്ണൊക്കെ വരത്തില്ലേ, അപ്പോൾ അത് ഈ ഒരു B2വിൻ്റെ അഭാവം കൊണ്ടാണ് വായ്പുണ്ണ് വരുന്നത്. അടുത്ത ജീവകം B3 ആണ്. അതിന് 2 പേരുണ്ട്, നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. നിയാസിൻ എന്ന് കേട്ടാലും നിക്കോട്ടിനിക് ആസിഡ് എന്ന് കേട്ടാലും മനസ്സിലാക്കുക എന്താണ്, ജീവകം B3 ആണ്. അടുത്ത B5 എന്താണ്? പാൻറ്റോതെനിക് ആസിഡ്. അപ്പോൾ നമ്മൾ ആ ഒരു പാൻറ്റോ എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ്, 5 എന്നുള്ളൊരു കണക്ഷൻ വരാറുണ്ടല്ലേ. അപ്പോൾ 5, അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ജീവകം B5 എന്താണ്? പാൻറ്റോതെനിക് ആസിഡ് ആണ്. അപ്പോൾ ഈ ഒരു ആസിഡ് വരുന്ന പേരുകൾ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. B3 വരുമ്പോൾ നിക്കോട്ടിനിക് ആസിഡും B5 വരുമ്പോൾ എന്താണ്? പാൻറ്റോതെനിക് ആസിഡും. ഇനി നമുക്ക് 4 എണ്ണം കൂടെയുള്ളൂ. B6 എന്താണ്? പിരിഡോക്സിൻ ആണ്. B6 പിരിഡോക്സിൻ. അടുത്ത B7 ആണ് ബയോട്ടിൻ. നമുക്ക് ചിലപ്പോൾ ഈ ഷാമ്പൂവിൻ്റെ ഒക്കെ പരസ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, ബയോട്ടിൻ അടങ്ങിയതെന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ എന്താണ്, B7 അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അടുത്ത ജീവകം B9 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോളിക് ആസിഡ്. ഗർഭിണികളൊക്കെ നിർബന്ധമായിട്ടും ഫോളിക് ആസിഡ് കഴിച്ചിരിക്കണമെന്ന് പറയാറില്ലേ. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജീവകമാണ് B9. എന്താണത്? ഫോളിക് ആസിഡ്. പിന്നെ ഫൈനലി എന്താണ്? ജീവകം B12. B12 കൊബാലമിൻ എന്ന് നിങ്ങൾ പഠിച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ B12ൻ്റെ മനുഷ്യനിർമ്മിതമായ രൂപം. അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാക്ക് ഇവിടെ ആഡ് ചെയ്ത് വെച്ച് സൈനോകോബലമിൻ. അപ്പോൾ കൊബലമിൻ എന്ന് പറഞ്ഞാലും സൈനോകോബലമിൻ എന്ന് പറഞ്ഞാലും ജീവകം B12 തന്നെയാണ്. എന്നാൽ അതിൻ്റെ മനുഷ്യനിർമ്മിത രൂപത്തിനെയാണ് നമ്മൾ ചേർത്ത് സൈനോകോബലമിൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും മനസ്സിലാക്കി വെക്കുക എന്താണ്, ജീവകം B12 ആണ്. അപ്പോൾ നിങ്ങൾ ഇത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ, പിന്നെ 1-2 ഭാഗത്തൊക്കെ കോഡ് പറയാൻ പറ്റിയത് പറഞ്ഞു, ബാക്കിയൊക്കെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാം, അത് ബൈ ഹാർട്ട് ചെയ്ത് തന്നെ വെക്കുക. മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.